കുറച്ച് നല്ല അടിപൊളി കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. മീൻ കറി ഇട്ടിട്ട് ടേസ്റ്റിൽ ഒരു കോവയ്ക്ക കറി വെക്കാം. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ആ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കും. ഒരു സവോള എടുക്കുക. അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക്, ഇത് ചെറിയ മുളക് ഒരു 4-5 എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുടംപുളി വേണം. ആ വെള്ളവും കുടംപുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി കുറച്ച് മതി. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. 1-2 തണ്ട് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതൊക്കെ ഒന്ന് വേഗണ്ടേ. ചട്ടി അങ്ങോട്ട് വെക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ഉള്ളി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം. ഇതേപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം ഇനി നമുക്ക് ഈ അരപ്പൂടെ അങ്ങോട്ട് ചേർക്കാം. ഒരു ചെറിയ തിളയൊക്കെ വന്നു. ഈ തേങ്ങയുടെ പച്ചച്ചോ മാറിയ ശേഷം താഴോട്ട് വെക്കും. ഇത് ചീരിച്ചട്ടി വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്, കടുക് ചേർക്കുന്നില്ല. ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 1-2 വറ്റൽമുളക്, ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. തുറന്നിട്ട് നമുക്ക് താളിച്ച് അങ്ങോട്ട് ഒഴിക്കും. മീൻ കറിയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഒരു കോവയ്ക്ക കറി.